വാർത്തയിലേക്ക് കാണുമ്പോൾ യഥാർത്ഥ പുരനഗരിയിൽ ശരത്തുണ്ട്. നമുക്ക് ശരത്തിലേക്ക് പോവാം. ശരത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ പൂരത്തിന്റെ ആവേശത്തിലേക്ക് ഇങ്ങനെ വളരെ സജീവമായി തൃശ്ശൂർ പോകുന്നത് ഇങ്ങനെ കേട്ടില്ല. അവിടുത്തെ ആവേശമൊക്കെ എത്രത്തോളം ഉണ്ട്? എന്താ ചോദിച്ചേ? അതാണ് ഞാൻ പറഞ്ഞു കീർത്തി. വളരെ ഒട്ടും കുറവില്ലാത്ത വലിയൊരു യെസ് അത് വലിയൊരു ആവേശത്തിലേക്ക് ഇങ്ങനെ തൃശ്ശൂർ പോകുന്നു. ഇത് തൃശ്ശൂരിൻ്റെ മാത്രം പൂരമല്ല, മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ മുദ്രയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ നമ്മുടെ സ്ക്രീനിലേക്ക് ആളെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. കീർത്തിക്കും നമ്മുടെ പ്രിയ പ്രേക്ഷകർക്കും ആളെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്ദകിഷോറാണ്. തൃശ്ശൂരിൻ്റെ എല്ലാ പൂരത്തിൻ്റെയും നമ്മുടെ സിനിമകളുടെയും നമ്മുടെ സാംസ്കാരിക പരിസരങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് നന്ദകിഷോർ. എന്താണ് ഒറ്റ നിമിഷം ഞങ്ങളുടെ കൂടി റവന്യൂ മന്ത്രി ശ്രീ രാജൻ കൂടി വളരെ സ്നേഹത്തോടെ കൈരളിയെ ഞങ്ങളെ കണ്ടതുകൊണ്ട് വന്നാണ്. ഇവർ വലിയ സുഹൃത്തുക്കൾ കൂടിയാണ്. അപ്പോൾ റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമുക്ക് തുടങ്ങാം അല്ലേ? റവന്യൂ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. നാട്ടുകാരുടെ വകുപ്പാണല്ലോ. അല്ല, റവന്യൂ ഉണ്ട്. പൂരത്തിന് റവന്യൂ. ആ റവന്യൂ ആണ് ഉദ്ദേശിച്ചത്. അതെ, ചിക്കിലിയാ ഉദ്ദേശിച്ചത്. ഞാൻ കേട്ടു എല്ലാ അർത്ഥത്തിലും. അപ്പോൾ നല്ല കണക്റ്റ് ആയിരുന്നു രാവിലെ. അപ്പോൾ എന്താ വെച്ചാൽ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ തൃശ്ശൂർ നഗരം ഹസ്തിനപുരം ആയി മാറുന്ന അവസ്ഥയാണ്. ഹസ്തി എന്ന് പറഞ്ഞാൽ ആന. ആനകൾ നിറഞ്ഞിട്ട് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയാണെങ്കിൽ പൂരത്തിന് ആനാർത്ഥിയാണ്. തെച്ചിക്കോട് രാമേന്ദ്രൻ വേണോ അതോ എറണാകുളം ശിവകുമാർ വേണോ? ഇങ്ങനെ ആനകളെ അർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ആനാർത്ഥി ആണ് എന്ത് തൃശ്ശൂർ പൂരത്തിൽ എല്ലാ ദിവസങ്ങളും. മെച്ചപ്പെട്ട ആന ഞങ്ങൾക്ക് വേണം, മെച്ചപ്പെട്ട ആന അർത്ഥിക്കുക ചോദിക്കുക നടക്കുന്ന അതാണ്. നന്ദേഷോന്റെ ചോയ്സ് ഏതൊക്കെ ആനകളാണ്? എൻ്റെ ചോയ്സ് തെച്ചിക്കോട് രാമേന്ദ്രൻ തലയെടുപ്പുള്ള ആനയാണ് ഇപ്പോഴത്തെ ആനകളിൽ. പക്ഷെ അതിന് ഈ പറഞ്ഞ മാതിരി ആനയല്ലേ, എന്തായാലും അതിന് മതപ്പാട് മറ്റു കാര്യങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം. ഭഗവതിയുടെ തടം പറ്റുന്നു. ഫിറ്റ്നസ് വൈകുന്നേരം അംഗീകരിച്ച് ആ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ പൂരത്തിന്റെ പ്രശ്നം ഉണ്ട് അല്ലേ? തെച്ചിക്കോട്ട് രാമചന്ദ്രൻ രാജൻ അങ്ങനെ പറയാനല്ലേ? മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി രാജൻ അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെ അദ്ദേഹം പൂരത്തിന് പ്രോട്ടോകോൾ ഇല്ല. അല്ല, പൂരത്തിന്റെ ഫ്രീഡമാണ്. ഇപ്പൊ പൂര തല്ല് എന്ന് പറഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷനും തല്ല് എന്നുള്ളതാണ് അർത്ഥം. പൂരം തരി എന്ന് പറഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷനും തരി വിളിക്കുക, അത് പോട്ടെ. അപ്പൊ അതുപോലെ മന്ത്രിസഭയിൽ ഇദ്ദേഹം പൂരത്തിന്റെ പ്രശ്നം ഇവിടെ ലൈവായിട്ട് ഉന്നയിക്കുകയും പൂരത്തിന് ആനകളുടെ റെസ്ട്രിക്ഷൻ നീക്കാൻ വേണ്ടി ഏറ്റവും മുന്നോട്ട് തൃശ്ശൂർക്കാരിൽ സാംസ്കാരിക പ്രേമി കൂടിയായ ഒരു സാംസ്കാരിക റവന്യൂ മന്ത്രി കൂടിയാണ്. റവന്യൂ മന്ത്രി അടുത്ത് നിൽക്കുന്നത് കൊണ്ടൊരു കാര്യം ചോദിക്കട്ടെ. അദ്ദേഹം നൈസായിട്ട് ഈ പൂരത്തെ രാഷ്ട്രീയത്തിലേക്കും തെരഞ്ഞെടുപ്പിലേക്കും കൊണ്ടുവരികയും കൂടി ചെയ്തു. ഈ പൂരത്തിനിടയ്ക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടുകൂടിയാവുമ്പോൾ സ്ഥാനാർത്ഥികൾ, അതുപോലെ ആനപ്രേമികളായ തൃശ്ശൂരിൻ്റെ മുമ്പിലേക്ക് സ്ഥാനാർത്ഥികൾ വരുന്നു, തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് വരുന്നു. പൂരവുമായി ക്ലബ് ചെയ്ത ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് അനുഭവം വേറെ ഉണ്ടോ മന്ത്രിയുടെ? രണ്ടിലും ഒരു കോംപ്രമൈസ് ഇല്ല. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 2016 ആദ്യത്തെ നിയമസഭാ മത്സരത്തിനിടയിലായിരുന്നു പൂരം. അപ്പോൾ ഞങ്ങൾ സ്ഥാനാർത്ഥികളെല്ലാം പൂരത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. പക്ഷെ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആനകളുടെ ഫിറ്റ്നസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. ഇന്നലെ എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം. 10:30 വരെ ഒറ്റക്കാലിൽ തുറന്ന വാഹനത്തിൽ നിന്ന് ഞാൻ നേരെ വന്നത് ഇവിടേക്കാണ്. അത് തീർന്നിട്ട് 2 മണിക്കേ പോയുള്ളൂ. ഓവർ സ്ട്രെയിൻ എടുത്താലും പൂരം, തെരഞ്ഞെടുപ്പ് രണ്ടും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. തൃശ്ശൂർ പൂരത്തിനൊരു കുറവുണ്ടാകും. അതായത് പൂരത്തിന് വേണ്ടി നമ്മൾ ഈ ചൂടത്ത് നിൽക്കുമ്പോൾ ഓവർ സ്ട്രെയിൻ എടുക്കുന്നു എന്ന് ശരീരമോ മനസ്സോ ഒരു കാലത്തും തോന്നാറില്ല അല്ലേ? ഒരിക്കലും തോന്നില്ല. അതങ്ങനെ തോന്നില്ല. കാരണം ഇതൊരു പ്രക്രിയയുടെ. ഞാൻ പണ്ട് പെരുവനം കുട്ടന്മാരോട് ചോദിച്ചു, നിങ്ങൾ ഈ 3 മണിക്കൂർ, അയ്യോ ഞാൻ കുട്ടേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഞാൻ കുട്ടേട്ടനോട് ചോദിച്ചു, ഈ ഇലഞ്ഞിത്തറ മേളം ഇങ്ങനെ ഇത്രയും നേരം, അതും പഞ്ചവാദ്യം കഴിഞ്ഞ് ചെമ്പട കൊട്ടി ഇങ്ങോട്ട് കയറി ഇലഞ്ഞിത്തറ മേളം നടക്കുമ്പോൾ കുട്ടേട്ടന് കൈ വേദനിക്കുന്നുണ്ടാകുമോ എന്ന് ചോദിച്ചു. ഇങ്ങനെ തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞ ഭാഷ ഒരു 3 തവണ പേജ് എഴുതുമ്പോഴേക്കും കൈ കുടയും. കുട്ടേട്ടൻ എങ്ങനെ? അപ്പോൾ കുട്ടേട്ടൻ ചോദിച്ചു, ശ്വസിക്കുമ്പോൾ വല്ല പ്രശ്നമുണ്ടോ എന്നോട്. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, അതുപോലെ അങ്ങ് മേളം നടക്കും എന്നാണ് എന്നോട് അദ്ദേഹം ഉപദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് പൂരത്തിൽ ഇതൊന്നും ഒരു ക്ഷീണവുമല്ല. എങ്ങനെയാണോ ശ്വാസവായു നാം എടുക്കുന്നത് അതുപോലെ പൂരസംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സാധാരണ നിലയിൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകും. ഒരു പ്രയാസവും ഉണ്ടാകില്ല. കൈരളിയിലൂടെ ഞാൻ വളരെ ശ്രദ്ധയോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, പല വിധത്തിലുള്ള ആശങ്കകൾ ബോധപൂർവമോ അല്ലാതെയോ ഒക്കെ പൂരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു ആശങ്കയുടെയും പ്രശ്നമില്ല. കാരണം ഇത്തവണ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങളെ കൂട്ടി ആദ്യ യോഗം ആരംഭിച്ചതാണ്. അതിനെ തുടർന്ന്
ഓരോ ഘട്ടത്തിലും വളരെ കൃത്യതയോടുകൂടി നടപടികളുമായി മുന്നോട്ട് പോകണം. ഒരാശങ്കയും വേണ്ട. തൃശ്ശൂരിൽ എത്ര പേർ വന്നാലും അത്ര പേരെയും സ്വീകരിക്കാൻ ഒരുങ്ങി ആതിഥേയമായ മനസ്സോടെ തൃശ്ശൂരിൻ്റെ ഭരണകൂടം, തൃശ്ശൂരിലെ പിന്നെ പൂരപ്രേമികൾ, തൃശ്ശൂരിലെ ദേവസ്വങ്ങൾ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള വിവിധ ഘടകപൂരങ്ങളും ദേവസ്വങ്ങളും എല്ലാവരും ഒരു മനസ്സായി എല്ലാ ചിന്തകൾക്കും അപ്പുറത്തൊരു മനസ്സായിട്ട് നിൽക്കുകയാണ്. എല്ലാവിധ ആശങ്കയ്ക്കും എല്ലാവിധ ജാതി മത ചിന്തകൾക്കും അതീതമായ ഒരു പൂരം, തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന മലയാളിയുടെ ഒരു അഭിമാനമുണ്ട്. അല്ല, അത് മാത്രമല്ല, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. കേരള സ്റ്റോറി കാണണമെങ്കിൽ ഇവിടെ വരണം. മതനിരപേക്ഷതയുടെ വർഗ രാഷ്ട്രീയ മത ജാതി ലിംഗവ്യത്യാസമില്ലാതെ മലയാളി ഇങ്ങനെ ആർത്തുല്ലസിച്ചിടപെടുന്ന ഒരു കേരള മോഡൽ, അതാണ് ഇവിടെ കാണുന്ന കേരള സ്റ്റോറി. അത് നമുക്ക് എല്ലാ ഘട്ടത്തിലും കാണാം. ഒരാചാരവും കൈവിടാതെ, ഒരൈതിഹ്യത്തിൽ നിന്നും മാറി നിൽക്കാതെ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത പൂരത്തിൻ്റെ ഓരോ മിനിറ്റും ഇനി താളവർണ്ണമേള വിസ്മയങ്ങളുടെ ഒരു കാഴ്ചയാണ്. ഇവിടെ തെക്കേ ഗോപുരനട ഇറക്കം ശരത്ത് എത്രയോ തവണ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഓരോ ഇറക്കത്തിലും ഓരോ പ്രത്യേകതകളാണ്. ഇപ്പോൾ ചമയമൊക്കെ കണ്ടിട്ട് ആളുകൾ ഭയങ്കരമാണെന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ചിരിക്കുകയാണ്. കാരണം തിരുവമ്പാടിയും പാറമേക്കാവും 4 മണിക്ക് ശേഷം മാത്രം, വൈകുന്നേരം 6 മണിയാകുന്നതിനിടയിൽ മാത്രം പ്രദർശിപ്പിക്കാവുന്ന ഒരുപാട് സാധനങ്ങൾ രഹസ്യത്തിൻ്റെ ചെപ്പിൽ ഒളിപ്പിച്ചു വെച്ച് താക്കൂരും കൊണ്ട് നടക്കുകയാണ്. അത് അപ്പോഴേ കാണാൻ പറ്റൂ. അതപ്പോൾ കാണുമ്പോൾ ഓരോ കുടമാറ്റവും നമ്മൾ അത്ഭുതം. ഈ പ്രദർശനത്തിൽ കാണുന്നൊന്നുമല്ല അല്ലേ? പ്രദർശനത്തിൽ കാണുന്നൊന്നുമല്ല, വലിയ രഹസ്യ ചെപ്പ് ഇനി തുറക്കാൻ പോകുന്നത്. ഈ കുടമാറ്റത്തിലൂടെയാവാം, ഇലഞ്ഞിത്തറ മേളത്തിലൂടെയാവാം, ഓരോ അനുഭവമാണ്. ഇത്രയും കാലത്തെ ഒരു പൂരാനുഭവത്തിൽ നിന്ന് മനസ്സിൽ തങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ, ഓർമ്മകൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ 2006 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലം പറഞ്ഞു. അന്ന് പൂരവും തെരഞ്ഞെടുപ്പും ഒന്നിച്ചു വന്ന ഒരു അനുഭവത്തെക്കുറിച്ച് 2006 കുറിച്ച് പറഞ്ഞു. വിളിക്കുന്നുണ്ട്. ഞാനിവിടെ കൈരളിയോടൊപ്പം ഇവിടെ തെക്കേ ഗോപുരം വേഗം ഇങ്ങോട്ട് എവിടെയുള്ളത്? മന്ത്രിയുടെ ഫോണിൽ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ വിളിച്ചിരുന്നു. അപ്പോൾ രാവിലെ 7:45 എത്തിയിട്ടുണ്ട്. അയാളപ്പുറത്ത് പിന്നെ നമ്മുടെ ശ്രീമൂല സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഗംഭീരമാകും. പൂരത്തിന് ധാരാളമായിട്ടുള്ള ഓർമ്മകളുണ്ട്. ഓരോ മിനിറ്റിലും ഓരോന്നിലും ഓർമ്മയാണ്. ഇലഞ്ഞിത്തറ മേളം അതിൽ ഓർമ്മയുണ്ട്. ആന ഓടിയത് ഉൾപ്പെടെ സകല ഓർമ്മകളും നമ്മുടെ ആന ഓടിയപ്പോൾ ഓടേണ്ടി വന്നിട്ടുണ്ടോ? ഓടേണ്ടി വന്നിട്ടില്ല. കുറച്ചുകൂടി സേഫായ സ്ഥലത്തായിരുന്നു, അതുകൊണ്ട് ഓടേണ്ടി വന്നിട്ടില്ല. ഒരുപാട് ആൾ ഓർഡർ കണ്ടിട്ടുണ്ട്, കാണേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാകില്ല. ശരത്ത്, ഈ പൂരത്തിൻ്റെ പ്രത്യേകത, ഇത്ര ലക്ഷം പേർ ഒരുമിച്ച് അസംബിൾ ചെയ്തിട്ടും ഒരു ചെറിയ പ്രശ്നം പോലും ഉണ്ടാകാത്ത ഒരു പൂരം. അതായത് വരുന്നവൻ മുഴുവൻ അഭ്യന്തരമായ ഒരു അച്ചടക്കത്തിൻ്റെ പരിച അണിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പൂരത്തിൻ്റെ ഒരു കർട്ടൻ റേസറാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി നമ്മളോട്. രാവിലെ 5 മണിക്ക് സാധാരണത്തെ പോലെ കണിമംഗലം ശാസ്താവിനോടൊപ്പം നടന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അതുമുതൽ ഇത് തീരും വരെ പൂരം തന്നെ. പൂരമാണ് രാഷ്ട്രീയം, പൂരമാണ് തെരഞ്ഞെടുപ്പ്. ആ പൂരത്തിലേക്ക് എല്ലാവരും. അപ്പോൾ ഇങ്ങനെ മിനിസ്റ്ററെ കാണാൻ ഒരു യെസ് അപ്പോൾ മിനിസ്റ്റർ കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി എന്ന നിലയിൽ കൂടി, ഒല്ലൂരിൻ്റെ MLA എന്ന നിലയിലൊക്കെ കൂടി ഈ പൂരത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ നിന്നുകൊണ്ട് പൂരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഏറ്റവും ഒത്തൊരുമയോടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുന്ന മലയാളത്തിൻ്റെ, കേരളത്തിൻ്റെ തൃശ്ശൂർ പൂരം, അതിൻ്റെ ആവേശത്തോടു കൂടി തന്നെ, അതിൻ്റെ തനിമയോടുകൂടി തന്നെ, അതിൻ്റെ എല്ലാ ഗാംഭീര്യത്തോടും കൂടി തന്നെ ഓരോ ഘട്ടവും പിന്നിട്ട് മുന്നോട്ട് പോകാൻ ഈ ഒരു ദിവസം തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ വലിയ ആഹ്ലാദമാണ്, ആവേശമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ടായിരുന്നത്.